ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 1/2 kg വെയിറ്റ് വരുന്ന ഒരു മാംഗോ ട്രഫിൾ കേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. അതിൽ അരിപ്പ വെച്ചിട്ട് 1/2 കപ്പ് മൈദ, 1/2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. മുട്ട പതഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്ത് ക്രീമി ആക്കി എടുക്കുക. ഇപ്പോൾ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മാംഗോയുടെ എസൻസാണ്. അപ്പോൾ ഞാനിവിടെ ടൈഗറിൻ്റെ എസൻസാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ എസൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ച മൈദയുടെ ആ ഒരു മിക്സും അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ പാലും കൂടി ഇടവിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒന്നിൽ ബീറ്റർ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക. ബീറ്റർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സ്പീഡിലിട്ട് മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പാച്ചുല കൊണ്ട് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനി ഒരു 6 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ 35 to 40 മിനിറ്റ്സ് കൊണ്ടാണ് ബേക്ക് ചെയ്തെടുത്തത്. അപ്പോൾ ഞാനിവിടെ ഫില്ലിങ്സ് ആയിട്ട് ഗനാഷാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 25 ഗ്രാംസ് വൈറ്റ് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 ഡ്രോപ്പ് എസൻസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് എസൻസും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഫ്രോസ്റ്റ് ചെയ്യാം. ആദ്യം കുറച്ച് ക്രീം അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ചിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് മെൽറ്റ് ചെയ്തെടുക്കുക ഷുഗർ സിറപ്പ്. എന്നിട്ട് അതുകൊണ്ട് കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ക്രീം അപ്ലൈ ചെയ്യുക. പിന്നെ ഫില്ലിങ്സ് ആയിട്ട് ഗനാഷ് കൊടുക്കാം. ഇപ്പോൾ ഗനാഷ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പകരം മാംഗോ ക്രഷ് യൂസ് ചെയ്യാം. ഇനി ഫ്രഷ് മാംഗോസ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വൈറ്റ് ചോക്കോ ചിപ്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി കേക്ക് നന്നായിട്ട് ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂറെങ്കിലും സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇപ്പോൾ കേക്ക് ഇവിടെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫൈനൽ ഫിനിഷിങ് ചെയ്തെടുക്കാം. ഞാൻ ഈ കേക്കിൻ്റെ മുകളിലായിട്ട് ഗനാഷ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഫൈനൽ ഫിനിഷിങ് കൊടുത്തതിന് ശേഷം കേക്ക് ഓവർനൈറ്റ് സെറ്റ് ആവാനായിട്ട് വെച്ചായിരുന്നു. ഇപ്പോൾ കേക്ക് ഇവിടെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് ഗനാഷ് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 75 ഗ്രാം വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും പിന്നെ 1 ടീസ്പൂൺ ബട്ടറും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. 3-4 ഡ്രോപ്പ് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഗനാഷിൻ്റെ ചൂട് മാറിയതിന് ശേഷം ഇത് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കേക്കിന് മുകളിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് എന്തെങ്കിലും കട്ടകളുള്ളതായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അരിച്ചു കൊടുക്കാം കേട്ടോ. ഇനി കേക്കിന് മുകളിലേക്ക് ഗനാഷ് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഗനാഷ് ആകാത്ത ഏതെങ്കിലും ഏരിയ ഉണ്ടെങ്കിൽ സ്പാച്ചുല കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കേക്ക് ഓൾമോസ്റ്റ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ്സൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നന്നായിട്ട് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ബാക്കിയുള്ള ക്രീമിൽ ഇപ്പോൾ ഞാൻ 2 കളറായിട്ടാണ് കൊടുക്കുന്നത് റോസറ്റ്സ്. അപ്പോൾ കുറച്ച് ക്രീം എടുത്തിട്ട് അതിലേക്ക് മാജിക് കളേഴ്സിൻ്റെ യെല്ലോ കളർ ആഡ് ചെയ്യുന്നുണ്ട്. ബാക്കി പകുതി ഞാൻ നേരത്തെ ആഡ് ചെയ്ത എസൻസിൻ്റെ ആ ഒരു ലൈറ്റ് ഷെയ്ഡിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കേക്കിന് ചുറ്റിനും കംപ്ലീറ്റ് ആയിട്ട് റോസറ്റ്സ് വെച്ച് കൊടുക്കാം. ഇനി ആ വൈറ്റ് കളറിലെ ക്രീമിലെല്ലാം ഞാൻ ഗോൾഡൻ കളറിലെ ഷുഗർ ബോൾസ് കൂടെ വെച്ചു. എന്നിട്ട് മുകളിൽ ചെറിയ മിനി സൈസിലെ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ലാസ്റ്റായിട്ട് ഒരു കോയിൻ ടോപ്പറും കൂടെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും. ബൈ, ടേക്ക് കെയർ.